ഞങ്ങളുടെ അർത്തമീസ് ദേവി, ഞങ്ങളുടെ ദ്യോവിൽ നിന്ന് വീണ കല്ല്, അതിനെല്ലാം ക്ഷേത്രപാലകയാണ് ഈ പട്ടണം എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെട്ട ആ അന്ധവിശ്വാസത്തിന്റെ മേഖലയെ ഒരു കുറിയ മനുഷ്യൻ അവിടേക്ക് കാല് ചവിട്ടി ചെന്നപ്പോൾ ദൈവം പിടിച്ചു കുലുക്കുവാനിടയായി. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇയാളെ ഇവിടെ നിർത്തിയാൽ ഞങ്ങളുടെ പരിപാടി പൂട്ടും, അതുകൊണ്ട് ഇയാളെ എത്രയും പെട്ടെന്ന് പൂട്ടണം. ചിലർക്ക് നേരെ വ്യക്തമായ ആക്രമണങ്ങൾ സാത്താൻ അടിച്ചുവിടുന്നത് നീ എന്തോ പാപം ചെയ്തത് കൊണ്ടല്ല, എവിടെയോ നീ അവന് ഭീഷണിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എവിടെയോ നിന്റെ പ്രാർത്ഥനകൾ അവന്റെ അടിവേരുകളെ കുലുക്കുന്നുണ്ട് എന്നവന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതോ അമ്മയോട് കർത്താവ് പറയുകയാണ്, നിന്റെ തലമുറ കഴിഞ്ഞ കാലത്തേക്കാൾ അധികം അയോഗ്യമായി നിന്നോട് പെരുമാറുന്ന ഉണ്ടായിരിക്കാം, ചൂടാകുന്നുണ്ടായിരിക്കാം, മദ്യപിക്കുന്നുണ്ടായിരിക്കാം, പിന്മാറ്റത്തിൽ പോകുന്നുണ്ടായിരിക്കാം. അമ്മേ, പ്രാർത്ഥന നിർത്തരുത്. അപ്പ, പ്രാർത്ഥന നിർത്തരുത്. ഏത് ദുരാത്മാവും പുറത്തു പോകുന്നതിന് മുൻപ് അത് വയലന്റ് ആയിട്ടേ പോകത്തുള്ളൂ. യേശു ഭൂതഗ്രസ്തനെ ശാസിക്കുമ്പോൾ അവൻ നിലത്ത് വീണു, നുരച്ച് ഉരുണ്ട് വരണ്ടുപോയി മരിച്ചു എന്ന് പലരും വിചാരിച്ചു. അതായത് യേശു വന്ന് ആ ഭൂതത്തെ ശാസിച്ചപ്പോൾ അതുവരെ നേരെ നിന്നവൻ നിലത്ത് വീഴാൻ തുടങ്ങി, പിടയ്ക്കാൻ തുടങ്ങി, നുരയ്ക്കാൻ തുടങ്ങി, മരിച്ചവനെ പോലെയാകാൻ തുടങ്ങി. അർത്ഥത്തിൽ ശാന്തനായിരുന്നവൻ വയലന്റായി. എപ്പോൾ? അവന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇല്ലാത്തതിനേക്കാൾ ചിലത് വയലന്റ് ആകുന്നെങ്കിൽ ഓർത്തോണം, അതിന്റെ എക്സ്പയറി ഡേറ്റ് അടുത്തിരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥന അതിന്റെ വേരിനെ കുലുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കരുത്, വിശ്വാസത്തിൽ പുറകോട്ട് പോകരുത്. നീ ആരാണെന്ന് തിരിച്ചറിയണം, നീ ആരാണെന്ന് തിരിച്ചറിയണം. സാത്താൻ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കാനും, സാത്താൻ നടക്കാൻ പറയുമ്പോൾ നടക്കാനും, സാത്താന്റെ നിയന്ത്രണത്തിൽ ഉള്ളതല്ല നിന്റെ ജീവിതം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധം വെപ്പിച്ച യേശുവിനെ ഉള്ളിൽ വഹിക്കുന്നവനാണ്. You don't have to live as a failure on this earth. You are called to be a victor in Jesus mighty name. ഒരു പരാജയമാകാനല്ല ദൈവം നിന്നെ വിളിച്ചത്, ഒരു ജയാളിയായിട്ടാണ് ദൈവം നിന്നെ വിളിച്ചത്. എത്ര വലിയ പ്രതികൂലത്തിന് നടുവിലെ തല ഉയർത്തിയിട്ട് പറയണം, അവനാൽ പ്രാപിച്ച അഭിഷേകം എന്നിലിരിക്കുന്നു.